ഈ ഉള്ളി വാങ്ങിച്ചപ്പോൾ തുടങ്ങിയതാണ് ഇക്കാക്ക ഉള്ളി തൈര് കറി ഉണ്ടാക്കിത്താ ഉള്ളി തൈര് കറി ഉണ്ടാക്കിത്താ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അങ്ങോട്ട് ഉള്ളി തൈര് കറി ഉണ്ടാക്കാമെന്ന്. അതിനായിട്ട് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇത് പ്രിപ്പറേഷൻ ചെയ്യണതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഉള്ളി നമുക്ക് നന്നാക്കി എടുക്കാം. അതിനായിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ചധികം ഉള്ളി ഇവിടെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് ഉള്ളി, ചെറിയ ഉള്ളി എന്ന് പറയാൻ വേണമെങ്കിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെ വേണമെന്ന് നോക്കാം. വെളുത്തുള്ളി കുറച്ചൊരു 3-4 എണ്ണം ഞാൻ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് പച്ചമുളക്, ഒരു 3-4 പച്ചമുളക് പൊളിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വേപ്പില, പിന്നെ ഉണക്കമുളക് താളിക്കാനായിട്ട്. പിന്നെ മെയിനായിട്ടുള്ള സാധനമാണ് ഇത്. അപ്പോൾ ഈ തൈര് നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ. അപ്പോൾ ഇതില്ലാതെ ഒരു കാര്യവും നടക്കില്ല. അപ്പോൾ നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനായിട്ടൊരു മൺകലം എടുക്കാം. അപ്പോൾ മൺകലമാണ് കേട്ടോ വേണ്ടത്. ഈ ഫ്രൈ പാനേക്കായൊക്കെ നല്ലത് മൺകലമാണ്. അപ്പോൾ ഇതിലുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതില്ലാത്തവർ വാങ്ങിച്ചിട്ട് വേണം കേട്ടോ ഉണ്ടാക്കാനായിട്ട്. അതിനായിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കാം. അപ്പോൾ ഈ ചട്ടി ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച്, വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ആ ഉള്ളി അതിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് വഴരണം എന്നാണോ എന്താ പറഞ്ഞതെന്ന് അറിയില്ല. നന്നായിട്ട് വഴന്ന് വരണം. അത് ഇങ്ങനെ ഞെങ്ങണം പറയുകയാണെങ്കിൽ. നമുക്കൊന്ന് ഇങ്ങനെ ഞെക്കുമ്പോൾ ഒന്ന് ഞെങ്ങി വരണം. അതാണ് അതിൻ്റെ വേവ്. അപ്പോൾ ഇത് വഴന്ന് വരാനായിട്ട് കുറച്ച് സമയം എടുക്കട്ടെ. അപ്പോൾ ഒന്നങ്ങോട്ട് ആയി കഴിഞ്ഞതിന് ശേഷം ആ വെളുത്തുള്ളി കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് ആ പച്ചമുളകും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാവരും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ഞെങ്ങി വരണതാണ് കേട്ടോ അതിൻ്റെ കണക്ക്. അപ്പോൾ അതായി തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിടണേ. അതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്നങ്ങോട്ട് വേവായി തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് ഫോണാണ് അതിനെ ഞെക്കി നോക്കണത് കേട്ടോ. ഇനി കൈ പൊള്ളൂല്ലോ കൈ കൊണ്ട് എടുക്കുമ്പോൾ. അപ്പോൾ ആ സ്പൂൺ കൊണ്ട് തന്നെ ഒന്നങ്ങോട്ട് ഞെക്കി നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ഇനി നമുക്ക് എടുത്ത് വച്ചേക്കണം തൈര് ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് തൈരാണ് ഞാൻ എടുത്ത് വച്ചേർന്നത്. അതങ്ങോട്ട് കംപ്ലീറ്റ് ഒഴിച്ചു കൊടുക്കുക. ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ഇതൊക്കെ ഒഴിക്കാനായിട്ട്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം തൈര് ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കിയെടുക്കുക. പിന്നെ വേറെ ഒന്നുമില്ല. അത് കഴിഞ്ഞ് നമുക്ക് താളിക്കാനുള്ള ഇനി പരിപാടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു ചെറിയൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, ഒരു കുഞ്ഞത്. അതെടുത്ത് അതിലേക്ക് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. സാധാരണ നമ്മൾ ചെയ്യണ പോലെ തന്നെ കടുക് പൊട്ടിക്കുക. കടുക് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ കിടന്നത് പൊട്ടിത്തെറിച്ച് പോണു. എൻ്റെ മുഖത്തേക്ക് പറഞ്ഞ് തെറിച്ച് വന്നു. അത് കഴിഞ്ഞ് കുറച്ച് വേപ്പിലിടാം. അത് കഴിഞ്ഞ് പിന്നെ എന്താ എടുത്ത് വെച്ചാൽ ഉണക്കമുളക് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കഴിഞ്ഞ് നേരെ അതിലേക്ക് ഒഴിച്ചു. എനിക്കിത് കണ്ടിട്ട് കൊതി സഹിക്കാൻ പറ്റണില്ല എന്ന് പറയാനായിട്ട്. എനിക്ക് ഇപ്പം തന്നെ ചോറെടുത്ത് തിന്നാൻ തോന്നാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണേ. ഞാൻ ഉപ്പിടേണ്ടത് ഇതിൽ കാണിച്ചിട്ടില്ല. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ തന്നെ ചോറിനാനായിട്ട് പോവാണ്ടോ. നിങ്ങളിത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കും കൊതി വരും. ഞാൻ കുറച്ച് കൊഴുവ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൊഴുവയൊക്കെ കൂട്ടി അടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത്. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. ഓക്കേ.